ക്ലൗഡ് സീഡിങ്ങിലൂടെ മഴ പെയ്യുന്ന ദുബായിയെ കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്നാൽ കനത്ത മഴയിൽ മരണം വരെ രേഖപ്പെടുത്തിയ ദുബായ് നമുക്കൊക്കെ അപരിചിതമാണ്. അതെ, കടല് പോലെ വെള്ളം ഒഴുകുകയാണ് ദുബായിൽ. 75 വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ മഴയാണ് ഇപ്പോൾ ദുബായിയെ വലച്ചുകൊണ്ടിരിക്കുന്നത്. അതും ഒരു വർഷം ലഭിക്കേണ്ട മഴയാണ് ഒരു ദിവസം കൊണ്ട് തന്നെ പെയ്തിറങ്ങിയിരിക്കുന്നത്. കേരളം വറ്റിവരളുമ്പോൾ ദുബായിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിരിക്കുന്നു. റോഡുകളിലും ഹൈവേകളിലും വെള്ളം കയറി കെട്ടി നിൽക്കുകയാണ്. വാഹനങ്ങൾ മുങ്ങും വിധമായി കഴിഞ്ഞു റോഡിലെ വെള്ളക്കെട്ടുകൾ. റോഡുകളിലെ വെള്ളക്കെട്ട് ഗതാഗതം താറുമാറാക്കിയിരിക്കുകയാണെന്ന് എടുത്തു പറയണ്ടല്ലോ. മെട്രോയുടെ പ്രവർത്തനവും അതുപോലെ ഏറെ കഷ്ടത്തിലായിരിക്കുകയാണ്. എയർപോർട്ടുകൾ ഒറ്റ നോട്ടത്തിൽ കടലാണെന്ന് തോന്നും. നെടുമ്പാശ്ശേരിയിൽ നിന്നും ദുബായിലേക്കുള്ള 4 വിമാനങ്ങൾ റദ്ദാക്കിയിരിക്കുകയാണ്. ദുബായിലും റാസൽ ഖൈമയിലും ഓറഞ്ച് അലേർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അല്ലൈനിൽ റെഡ് അലേർട്ട് പുറപ്പെടുവിച്ചിരുന്നു. അജ്മാൻ, റാസൽ ഖൈമ, ഷാർജ എന്നിവിടങ്ങളിലാണ് താരതമ്യേന കുറവ് രീതിയിൽ മഴ പെയ്തത്. അതേസമയം ഒമാനിൽ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ റിപ്പോർട്ട്. ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ വരും മണിക്കൂറുകളിൽ ശക്തമായ മഴ തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മഴ തുടരുന്ന സാഹചര്യത്തിൽ UAEയിൽ വീടുകളിൽ നിന്നും പുറത്തിറങ്ങരുതെന്നും നിർദ്ദേശമുണ്ട്. ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം ആണ് അനുവദിച്ചിരിക്കുന്നത്. വിദ്യാലയങ്ങൾക്ക് അവധിയാണ്. സ്വകാര്യ മേഖലയിലും ആവശ്യമെങ്കിൽ വർക്ക് ഫ്രം ഹോം നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒമാനിൽ ഇതിനോടകം വലിയ നാശം വിതച്ച മഴ വീണ്ടും കനക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഒമാനിലെ മഴയിൽ മരണം 18ആയി. വീടിന് പുറത്തിറങ്ങരുതെന്ന് ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒമാനിൽ പോലീസ് ഉൾപ്പെടെ സംവിധാനങ്ങൾ സജ്ജമാണ്. ശക്തമായ കാറ്റും ഒപ്പം ഇടിമിന്നലോട് കൂടിയ മഴയും മുസന്തം, അൽബുറൈമി, അൽ ദാഹിറ, വടക്കൻ ബാത്തിന, മസ്കത്ത്, വടക്കൻ അൽ ഷർഗിയ, തെക്കൻ ഷർഗിയ, വടക്കൻ അൽ വുസ്ത ഗവർണറേറ്റ് എന്നിവിടങ്ങളിൽ ഉണ്ടാകുമെന്ന് ഒമാൻ സിവിൽ ഏവിയേഷൻ പുറത്തിറക്കിയ പ്രസ്താവനയിലും പറയുന്നു. കേട്ടുമറന്ന ഈ മഴയ്ക്ക് കാരണം UAEയിലെ ക്ലൗഡ് സീഡിങ്ങോ? ജലക്ഷാമം, ആഗോളതാപനം എന്നിവയുടെ പശ്ചാത്തലത്തിൽ 1990 മുതൽ തന്നെ UAEയിൽ ക്ലൗഡ് സീഡിംഗ് നടത്തി കൃത്രിമമായി മഴ പെയ്യിക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും രാജ്യത്ത് ക്ലൗഡ് സീഡിംഗ് നടന്നിരുന്നുവെന്നാണ് അധികൃതർ പറയുന്നത്. മേഘങ്ങളിൽ നിന്ന് കൂടുതൽ മഴ പെയ്യുന്നതിനായി അന്തരീക്ഷത്തിലേക്ക് രാസവസ്തുക്കളും ചെറിയ കണങ്ങളും, പ്രത്യേകിച്ച് പൊട്ടാസ്യം ക്ലോറൈഡ് പോലുള്ള പ്രകൃതിദത്ത ലവണങ്ങൾ ഇൻപ്ലാന്റ് ചെയ്യുന്ന രീതിയാണ് ക്ലൗഡ് സീഡിംഗ്. കഴിഞ്ഞ തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ അല്ലൈൻ വിമാനത്താവളത്തിൽ നിന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി ക്ലൗഡ് വിമാനങ്ങൾ അയച്ചിരുന്നുവെന്ന് കാലാവസ്ഥാ നിരീക്ഷകനായ അഹമ്മദ് ഹബീബ അറിയിച്ചു. 2 ദിവസങ്ങളിലായി 7 സീഡിംഗ് വിമാനങ്ങളായിരുന്നു അയച്ചിരുന്നത്. 50% മഴയ്ക്ക് സാധ്യതയുള്ള മേഘങ്ങളിലാണ് ക്ലൗഡ് സീഡിംഗ് നടത്തുക. ഇതോടെ ഇത്തരം മേഘങ്ങളിൽ നിന്നും മഴ ലഭിക്കാനുള്ള സാധ്യത 75% വരെയാകും. UAEക്ക് അനുയോജ്യമായ ഏത് ക്ലൗഡിലും സീഡിംഗ് നടത്തുമെന്നും അഹമ്മദ് ഹബീബ് വ്യക്തമാക്കിയതാണ്. നാശനഷ്ടങ്ങളും മരണങ്ങളും വന്നു ചേർന്നെങ്കിലും മഴ പെയ്തത് നല്ലൊരു കാര്യമായി തന്നെയാണ് അധികൃതർ കാണുന്നത്. വെള്ളം ഒഴുകിപ്പോകാനുള്ള വഴികൾ കൃത്യമായി ഇല്ലാത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.